ആ വഴി പിടിച്ചുകൊണ്ട് എനിക്ക് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടി. 2024 പെസഹ കഴിഞ്ഞ് ദുഃഖവെള്ളിയുടെ അന്ന് എൻ്റെ കൊച്ചിൻ്റെ തലയിലേക്ക് ഓട് അല്ലെങ്കിൽ വീടിൻ്റെ കഷ്ണം ഇടിഞ്ഞു വീഴാതെ അന്ന് രക്ഷപ്പെടുകയും മലയാള മനോരമയിൽ അതൊരു വലിയ വാർത്തയൊക്കെയായിരുന്നു. അങ്ങനെ ഹൈക്കോടതിയിൽ ഞാൻ സമീപിച്ച കേസിനകത്ത് എന്ന് പറഞ്ഞു, ഞങ്ങളുടെ ഇപ്പോൾ പുതിയ വീട് പണിയുന്ന കഴിയുമ്പോൾ നമ്മളിപ്പോ ഈ കാണുന്ന വീട് ഒരു വീടില്ലാത്ത ഒരാൾക്ക് കൊടുക്കാൻ പോവുകയാണ്. കേട്ടാ, അവരെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കണം. ലോകം മുഴുവൻ നേടിയാലും ലോകം മുഴുവൻ നേടിയാലും നിനക്ക് നിന്റെ ആത്മാവിന് നഷ്ടമായാൽ നിനക്കെന്ത് പ്രയോജനം? അങ്ങനെ 2014 മുതൽ ഞാൻ ഒട്ടനവധി സമരങ്ങൾ നടത്തി, പ്രതിഷേധങ്ങൾ നടത്തി. ഒക്കെ നടത്തിയപ്പോഴും കളമശ്ശേരി നഗരസഭ പറഞ്ഞത് എനിക്ക് വഴിയില്ല എന്നുള്ളൊരു റീസണാണ്. കളമശ്ശേരി നഗരസഭ മാത്രമല്ല, മിനിസ്ട്രി ഓഫ് ഡിഫൻസും പറഞ്ഞു എനിക്ക് വഴിയില്ലാതെ പെർമിറ്റ് തരാൻ പറ്റത്തില്ല, NOC തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2019 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ അമിക്കസ് ക്യൂറിയെ അപ്പോയിൻമെൻറ്റ് ചെയ്തു. അമിക്കസ് ക്യൂറിയെ അപ്പോയിൻമെൻറ്റ് ചെയ്തതിൻ്റെ തുടർന്ന് അമിക്കസ് ക്യൂറി പിന്നീട് കേസ് മുന്നോട്ട് കൊണ്ടുവരികയും എൻ്റെ വാദങ്ങൾ ശരിയാണോ അല്ലയോ എന്ന് പരിശോധിക്കണം എന്നായിരുന്നു അന്നത്തെ എൻ്റെ കോടതിയിലെ ചലഞ്ച് അല്ലെങ്കിൽ വാദം. അങ്ങനെ ഹൈക്കോടതി ഈ വിഷയത്തിൽ അമിക്കസ് ക്യൂറിയെ നിയമിച്ച അമിക്കസ് ക്യൂറിയുടെ നിർദ്ദേശപ്രകാരം പിന്നീട് എൻ്റെ പരിസരത്തുള്ള 3 വീട്ടുകാരോടും ഞാൻ പെർമിഷൻ ചോദിച്ചു, അല്ലെങ്കിൽ വഴി ചോദിച്ചു. അപ്പോഴൊക്കെ ഇവർ പറഞ്ഞു തരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് തടസ്സവാദങ്ങൾ ഉന്നയിച്ചു. അങ്ങനെ തടസ്സവാദങ്ങൾ പറഞ്ഞു. ഞാൻ ആ കാരണം അല്ലെങ്കിൽ ആ കാര്യം ഞാൻ ഹൈക്കോടതിയെ അറിയിച്ചു. തുടർന്ന് എന്താണ് ഓപ്ഷൻ എന്ന് ചോദിച്ചപ്പോൾ സംയുക്ത സർവേ 2016 മുതൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആവശ്യപ്പെടുന്ന സംയുക്ത സർവേ നടത്തണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർവേ നടത്തിയപ്പോൾ എൻ്റെ കിഴക്കേ അതിരി കൂടെ ഒരു വഴി കണ്ടു. ആ വഴി പിടിച്ചുകൊണ്ട് എനിക്ക് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടി. അങ്ങനെ അവസാനം പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു. അങ്ങനെ 2023 പ്രോപ്പർട്ടി എനിക്കും അനിയനുമായിട്ട് വിഹിതം തന്നു. തുടർന്ന് ഈ NOC പറ്റത്തില്ല, പുതിയ NOC എടുക്കണമെന്ന വാദവുമായി NAD വീണ്ടും രംഗത്ത് വന്നു. ഒരു പ്രോപ്പർട്ടിക്ക് ഒരു തവണ NOC മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചു. അതിൻ്റെ ഇടയിലാണ് എൻ്റെ മകൻ്റെ തലയിൽ എൻ്റെ 1.5 വയസ്സുള്ള തക്കു ഇങ്ങോട്ട് വന്നടി 2024 പെസഹ കഴിഞ്ഞ് ദുഃഖവെള്ളിയുടെ അന്ന് എൻ്റെ കൊച്ചിൻ്റെ തലയിലേക്ക് ഓട് അല്ലെങ്കിൽ വീടിൻ്റെ കഷ്ണം ഇടിഞ്ഞു വീഴാതെ അന്ന് രക്ഷപ്പെടുകയും മലയാള മനോരമയിൽ അതൊരു വലിയ വാർത്തയൊക്കെയായിരുന്നു. അങ്ങനെ ഹൈക്കോടതിയിൽ ഞാൻ സമീപിച്ച കേസിനകത്ത് എനിക്ക് പെർമിറ്റ് തരാൻ ഹൈക്കോടതി നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ 2024 എനിക്ക് പെർമിറ്റ് കിട്ടി. ഇപ്പോൾ നിലവിൽ ഉള്ള വീട് പൊളിച്ചു പണിയുമ്പോൾ പകരം താമസിക്കാൻ ഒരു സൗകര്യം വേണം. അങ്ങനെ ആ സൗകര്യത്തിനായിട്ട് ഓടി നടന്നു. അങ്ങനെ ആ സൗകര്യം ഞാൻ അറേഞ്ച് ചെയ്ത് ഇപ്പോൾ നാളെ അല്ലെങ്കിൽ ഇന്ന് നേരം വെളുക്കുമ്പോൾ ഞങ്ങൾ പുതിയ വീടിൻ്റെ സ്ഥാനം കാണുവാണ്. സ്ഥാനം കണ്ട് കുറ്റിയടിക്കുകയാണ്. അത് കഴിഞ്ഞ് ബാക്കി പറയാം. കാരണം 13 വർഷമാണ് ഒരു വീട് പണിയാനുള്ള ഒരു
ഇതുമായിട്ട് നടന്നത്. എന്തായാലും ഞാൻ വീട് പണിത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ വീട് എൻ്റെ തറവാട് പൊളിച്ച് പണിത് കഴിയുമ്പോൾ ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. അത് ചെറുതല്ല. അത് ഇപ്പോൾ പറയണോ? എന്നാ എന്നാ പറഞ്ഞു. ഞങ്ങളുടെ ഇപ്പോൾ പുതിയ വീട് പണിതുന്ന് കഴിയുമ്പോൾ നമ്മളിപ്പോ ഈ കാണുന്ന വീട് ഒരു വീടില്ലാത്ത ഒരാൾക്ക് കൊടുക്കാൻ പോവുകയാണ്. കേട്ടാ? അവരെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കണം. അതായത് രാഷ്ട്രീയ പാർട്ടികൾ പലതും പറയും. പക്ഷെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എൻ്റെ തറവാട് അല്ലെങ്കിൽ ഞാൻ താമസിച്ച വീട് പൊളിച്ച് പണി പൂർത്തീകരിക്കുമ്പോൾ വീടില്ലാത്ത ഒരാൾക്ക് ഒരു വീട് കൊടുക്കണം എന്നുള്ളതിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അതും ആ വീട് കയറുമ്പോൾ ഒരു വീടല്ല, 2 വീടുകൾ അല്ലെങ്കിൽ 2 കുടുംബങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. ലോകത്ത് നമ്മൾ കോടികൾ സമ്പാദിച്ചു അല്ലെങ്കിൽ ഇട്ടുമൂടാനുള്ള ധനം സമ്പാദിച്ച് കയ്യിൽ വെച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇന്നലെ നമ്മളൊരു ചേട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ചേട്ടൻ എന്താ പറഞ്ഞത്? ഇന്നലെ നമ്മളൊരു ചേട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ചേട്ടൻ എന്താ പറഞ്ഞത് നമ്മളോട്? ലോകം മുഴുവൻ നേടിയാലും നിനക്ക് നിന്റെ ആത്മാവിനെ നഷ്ടമായാൽ നിനക്കെന്ത് പ്രയോജനം? അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ തറവാട് 13 വർഷം എടുത്തു ഒരു വീട് എന്താണെന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ ആ വീട് പണി പൂർത്തീകരിക്കുമ്പോൾ അതിനോടൊപ്പം നമ്മൾ ഒരു വീട് കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വീടില്ലാത്ത ഒരാൾക്ക് നമ്മൾ നമ്മുടെ വീട് കൂടി ഒരു വീട് ഒരു സമയം നമ്മൾ 2 വീട് പണി പൂർത്തീകരിച്ച് നമ്മളവർക്ക് കൊടുക്കും, ഇല്ലേ? അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടും നാളെ കുറ്റിയടയ്ക്കൽ അല്ലെങ്കിൽ വീടിൻ്റെ സ്ഥാനം കണ്ട് കുറ്റിയടിക്കലാണ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.